ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഇതും ഒരു റീസ്റ്റോക്ഡ് കളക്ഷൻ. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് ഇത് കൊണ്ടുവരുന്നത്. ബട്ട് എല്ലാ തവണയും കൊണ്ടുവന്ന് വളരെ ലിമിറ്റഡ് പീസസിലാണ്. ഈ തവണയും വളരെ ലിമിറ്റഡ് പീസസ് ആണ്. ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്താലും ഒരുപാട് നാളെടുക്കുന്ന വർക്കാണ്. വർക്ക് നോക്കി നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. ഒരു കളർ തന്നെ 2 അല്ലെ 3 അത്രയും പീസസേ ഇത്തവണ വന്നിട്ടുള്ളൂ. വർക്ക് കണ്ടില്ലേ? ഞാൻ അതുകൊണ്ട് മൊത്തം എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. എല്ലാ തവണ ഈ ഷെയ്ഡ്സ് തന്നെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഇത് എന്ന് പറഞ്ഞ ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ് ഷെയ്ഡ്. സെക്കൻഡ് വന്നിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ബ്രൗണിഷ് ഗ്രേ എന്ന് പറയും. അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ? അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു പർപ്പിൾ കളർ ഷെയ്ഡിലാണ് വരുന്നത്. അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഹാൻഡ് വർക്കിൽ ചെയ്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. മാംഗോയിലാണ് ഈ കളർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് വർക്കിലെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഒരു മെറൂൺ ആണ് കളർ. സോ ഇതേപോലെ വരും. അതായത് കണ്ടില്ലേ? അതായത് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. ഒരുപാട് കോംബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി പോർഷൻസിനും ഹാൻഡ് വർക്ക് സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ താഴ്ഭാഗം കണ്ടില്ലേ? സെയിം ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. ടോപ്പിലും ദുപ്പട്ടയിലും കൊടുത്തേക്കുക. കാന്ത ഹാൻഡ് വർക്കും ബാക്കി പോർഷൻസിൽ ഒരു കൈൻഡ് ഓഫ് ലക്നോവി, പ്യുവർ ലക്നോവി സ്റ്റൈൽ വർക്കുമാണ് വന്നിരിക്കുന്നത്. എല്ലാം ലിമിറ്റഡ് പീസസ്. 1540 പ്രൈസ്. നല്ലൊരു മസ്റ്റർഡ് ഷെയ്ഡാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഹാൻഡ് വർക്കിൽ കൊടുത്തേക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ. എല്ലാവർക്കും ഫെമിലിയർ ഡിസൈൻ ആണ്. ഇപ്പം ഞാൻ മൂന്നാമത്തെ തവണയാണ്. ഇത് ഭയങ്കര എൻക്വയറി ഉള്ളതാണ്. ബട്ട് നമ്മൾ റീസ്റ്റോക്കിന് കൊടുത്താൽ ഒരുപാട് നാളെടുക്കും. അതുകൊണ്ടാണ് ഞാൻ റീസ്റ്റോക്കിന് പോകാത്തത്. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ലുക്ക്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഓർക്കിഡ് ആണ്. ചെറിയൊരു ടെസ്റ്റി ഫിനിഷ് വരുന്നത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഓർക്കിഡ് അല്ല. ഇച്ചിരി ഡാർക്ക്, കുറച്ചൊരു ഡിം ലുക്കിൽ വരുന്ന നല്ല കളർ ഷെയ്ഡാണ്. എപ്പോഴും കൊണ്ടുവരുന്ന അതേ കളർ ഷെയ്ഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ സെയിം ഹാൻഡ് വർക്ക് പാറ്റേൺ. പിന്നെ ചെറിയ ഹാൻഡ് വർക്ക് മോട്ടീവ്സ് ഓൾ ഓവർ സ്കാറ്റർ ചെയ്തും വരുന്നുണ്ട്. ദുപ്പട്ടയിൽ ഓൾ ഓവർ. ഇതാണ് ദുപ്പട്ടയുടെ താഴ്ഭാഗത്ത് വരുന്ന വർക്ക്. ഇത് ഇങ്ങനെ വരും. തിരിച്ചാണ് ഞാൻ ദുപ്പട്ട ഇട്ടേക്കുന്നത്. ഇങ്ങനെ വരും. അതാണ് അടുത്ത ഷെയ്ഡ്. ഒരു വെറൈറ്റി അല്ലേ ഷെയ്ഡ്? അതായത് ആഷൻ ഗ്രേ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ ഒരു ആഷിൻ്റെ അകത്തൊരു ബ്രൗൺ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ടൈപ്പ് ഒരു വെറൈറ്റി ആണ് കളർ ഷെയ്ഡ് വരുന്നത്. സെയിം വർക്ക്. ഒരുപാട് കോംബോ ഉണ്ട്. ടോപ്പിലെ ഹാൻഡ് വർക്കിൽ എല്ലാം അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഹാൻഡ് വർക്കിൽ കൊടുത്തിരിക്കുന്നത്. 1540 പ്രൈസ്. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് വീഡിയോയിൽ ബ്ലൂ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ബ്ലൂ അല്ല, ബ്ലൂവിഷ് ഗ്രീൻ ആണ് കളർ ഷെയ്ഡ് വരുന്നത്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ സീ ഗ്രീൻ കളർ കുറച്ചുകൂടെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഗ്രീൻ ഹൈലൈറ്റഡ് ആയിട്ട് തോന്നും. ഇതിനോട് മിക്സ്ഡ് കളറാണ് വരുന്നത്. ലിമിറ്റഡ് പീസസ്. ഇതിലും കണ്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഹാൻഡ് വർക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കി പോർഷൻസിലും ഇതുപോലത്തെ ഈ ഒരു ഹാൻഡ് വർക്ക് തന്നെ സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. ദുപ്പട്ടയും പ്രീമിയം സെറ്റ് തന്നെയാണ്. പ്യുവർ ഹാൻഡ് വർക്ക് പാറ്റേൺ തന്നെ. എൻഡിൽ വരുമ്പോൾ കാന്ത ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത് വിത്ത് സാൻഡൂൺ ബോട്ടം. ഇത്രയും കളർ ഷെയ്ഡ്സ്. താങ്ക് യു.